പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മഹാന്മാരായ വ്യക്തികൾ നിരാശയ്ക്ക് വഴിപ്പെടാത്തവരാണ്. എന്തു ദുരന്തങ്ങളുണ്ടായാലും അവർ നിസ്സംഗരായി അതിനെ നേരിടും. മഹാശാസ്ത്രജ്ഞനായ എഡിസന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഇതിനുദാഹരണമാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള പ്രശസ്തമായ എഡിസൺ ഇൻഡസ്ട്രീസ് ഒരു രാത്രിയിൽ കത്തിച്ചാമ്പലായി. 1914 ഡിസംബർ 9 അത്. തോമസ് ആൽവ എഡിസന്റെ സമ്പാദ്യം മുഴുവൻ ഒരു രാത്രി കൊണ്ട് എരിഞ്ഞടങ്ങി. എഡിസൺ ഇൻഡസ്ട്രീസ് കത്തിയെരിയുന്നത് നിസ്സഹായനായി കണ്ടുകൊണ്ടിരുന്ന എഡിസന്റെ അടുത്തേക്ക് മകൻ ഓടിക്കിതച്ചെത്തി. എഡിസന്റെ പ്രതികരണം തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒന്നായിരുന്നു. "എവിടെ നിന്റെ അമ്മ? അവളെ ഉടനെ വിളിച്ചുകൊണ്ടുവരൂ. ഇത്തരമൊരു കാഴ്ച കാണാൻ അവൾക്കിനി ഒരിക്കലും അവസരമുണ്ടായെന്ന് വരില്ല." പിറ്റേ ദിവസം ചാരക്കൂമ്പാരം നടന്നു കാണുമ്പോൾ എഡിസൺ മകനോട് പറഞ്ഞു, "ഈ ദുരന്തത്തിന് വലിയൊരു മൂല്യമുണ്ട്. നമ്മുടെ കുറവുകളെല്ലാം കത്തിച്ചാമ്പലായി. ഇനി പുതുതായി തുടങ്ങാൻ നമുക്ക് അവസരം ലഭിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയാം." ദുരന്തം നടക്കുമ്പോൾ എഡിസണ് 67 വയസ്സുണ്ട്. ഒരു പുരുഷായുസ് മുഴുവൻ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സമ്പാദ്യമാണ് വെണ്ണീറായിത്തീർന്നത്. ഇൻഷുറൻസ് ഇല്ലാതിരുന്നതുമൂലം സാമ്പത്തിക നഷ്ടം മാത്രം $20 ലക്ഷം എന്നാണ് കണക്കാക്കപ്പെട്ടത്. അതും 1914 20 ലക്ഷമാണെന്ന് ഓർക്കണം. നഷ്ടബോധം എഡിസന്റെ മനസ്സിനെ തളർത്തിയില്ല. ഭാവിയെക്കുറിച്ചാലോചിച്ച് അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടതുമില്ല. ഉത്സാഹത്തോടെ അദ്ദേഹം വീണ്ടും ജോലി ആരംഭിച്ചു. 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം സുപ്രധാനമായ മറ്റൊരു കണ്ടുപിടുത്തം നടത്തി: ആദ്യത്തെ ഫോണോഗ്രാഫ്. നൈരാശ്യത്തിന് കീഴടങ്ങാത്ത ഉജ്ജ്വല ജീവിത വിജയം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്മകൾ നേർന്നുകൊണ്ട് നന്ദി.